എന്നും ഈ ലോഡ്ജിൽ തന്നെ താമസിക്കാനാണോ ഭാവം? ഓരോ ദിവസവും ഓരോ ലോഡ്ജിലേക്ക് മാറണം, അല്ലെങ്കിൽ ആളുകൾ സംശയിക്കില്ലേ? എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. അതൊക്കെ സാവധാനം മാറിക്കോളൂ. നഷ്ടപ്പെട്ടു, നമ്മളതല്ല. കാൺമാനില്ല. ഓ, ചെറുതായി പോയി. പണം ലാഭിക്കാൻ വേണ്ടി ചെറുപ്പത്തിലെടുത്ത ഫോട്ടോയാ കൊടുത്തിരിക്കുന്നത്. പിശുക്കൻ. സാറേ, ഫോട്ടോ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് സാറേ എന്റെ പരസ്യം? നന്നായിട്ടുണ്ട്. 2000 രൂപയാ നീയാണ് ഞാൻ എണ്ണി കൊടുക്കേണ്ടി വന്നത്. ഹലോ, അതെ. എന്റെ മകൻ നിങ്ങളുടെ ലോഡ്ജിലുണ്ടെന്നോ? എങ്ങനെ ഉണ്ട് സാറേ എന്റെ ഐഡിയ? മിണ്ടായിരിക്കടാ കഴുതേ. അയ്യോ, നിങ്ങളോടല്ല, ഇവിടെ പറഞ്ഞതാ. സാറാരാ? മാനേജരോ? ഇനി അവരെ പുറത്ത് വിടണ്ട. ഞാൻ ഉടനെ വരാം. വേഗം റെഡിയാവടാ. നെവർ റെഡി. ഇന്നത്തെ രാത്രി വെറുതെ വേഗ താലിമാലം കിടക്ക്. പോലീസുകാർ അന്വേഷിച്ചു വരുന്നതിന് മുമ്പ് താലി കെട്ടി നിൽക്കാം. രാജു, ഇന്ന് നല്ല ദിവസമാണോ? പിന്നെ ആദ്യ രാത്രിക്ക് പറ്റിയ ദിവസമല്ലേ? കൊള്ളാം. താലി കെട്ട് കഴിഞ്ഞില്ലേ? ഇനി ഇതൊക്കെ എടുത്ത് മാറ്റ്. ഈ ഡ്യൂപ്ലിക്കേറ്റ് താലിക്ക് ആദ്യ രാത്രി ഒന്നുമില്ല. എന്നാ ടി വി എങ്കിലും ഒന്ന് ആൺ ചെയ്യേ. അതിലെങ്കിലും വല്ല ആദ്യ രാത്രി ഉണ്ടെങ്കിൽ അത് കണ്ടോണ്ടിരിക്കാം. കണ്ടോ? ഈ ടി വി ഒന്നും ഇത്ര അടുത്തിരുന്ന് കാണാൻ പാടില്ല. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാന്നേ. ഇത് ആദ്യ രാത്രിയുടെ ഒരു ചെറിയ റിഹേഴ്സലാണ്. ഈ ബ്ലൗസ് എത്തുന്നില്ലല്ലോ രാജ്. കല്യാണം കഴിഞ്ഞപ്പോ തടി കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഇത് ചെറുതായിട്ടാ. അതെ. ഞാൻ ഇതുവരെ സാരി ഉടുത്തിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ ഉടുപ്പിച്ചു തരാം. അതിനാണോ കഷ്ടം? അങ്ങനെ
നടക്കുമ്പോ തട്ടി വീണാലോ? അപ്പൊ ഞാൻ പിടിച്ചോളാം. എനിക്ക് സാരി വേണ്ട. എന്ന് പറഞ്ഞ എങ്ങനെ? കഴുത്തിൽ താലിയും കെട്ടി മെതിയിട്ടുകൊണ്ട് നടന്ന ആളുകൾ കളിയാക്കില്ലേ? ഇപ്പോഴാണ് രതി ഒരു സ്ത്രീ ആയത്. ഇനി നടന്നു പിടിച്ചോ. സൂക്ഷിച്ചു വേണം, മോശമാക്കിട്ട് പറയണം. നടന്നോ. കൊള്ളാം കൊള്ളാം, നടത്തം കൊള്ളാം. നമ്മളാരാ? ഞാനാ പെണ്ണിന്റെ റിലേറ്റീവാ. അവള് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നതാണോ? സമയത്തിന് പെമ്മക്കളെ കെട്ടിച്ചയച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എത്ര ദൂരാ നമ്മൾ നടന്നത്. എന്ത് ചെയ്യാനാ, നമ്മുടെ കഷ്ടകാലം. ഇനി ഒരടി നടക്ക എനിക്ക് വയ്യ. എനിക്കും വയ്യ. നമുക്ക് അവിടെ ഇരിക്കാം. ഇരിക്കാം. എന്റെ കാല് വേദനിച്ചിട്ട് വയ്യ. മെല്ലെ. ഈ തന്തപ്പിടിയെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു തരത്തിലും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. പത്രത്തിൽ ഫോട്ടോ വന്ന സ്ഥിതിക്ക് ഇനി ഏത് നാട്ടിൽ പോയാലും രാജിനെ തിരിച്ചറിയും. അവിടെ ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. പല കാട്ടുവാസികളും ആയിരിക്കും. ഏതായാലും അവർക്ക് എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളിനി എന്ത് ചെയ്യും രാജ്? ആ കാട്ടുവാസികളോടൊപ്പം കൂടാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? വാ. എന്താ റോഷൻ ഇത്? ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പറ്റും 2 മണിക്കൂറായാലും കഥ പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പഴാണ് റെഡി ആയത്. ആ സ്ക്രിപ്റ്റും കൊണ്ടാ മിസ്റ്റർ മുരളി. മുരളി അവിടെ നിന്ന് ഇവിടെ വന്ന് ആ ഭാഗത്തേക്ക് നോക്കി ഓ എന്ന് വിളിക്കുന്നു. ശരി സാർ. രഞ്ജിനെ അവിടെ നിന്ന് കടന്നലിന്റെ കുത്തേറ്റ് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. മുരളി ആ മുള്ള് എടുക്കുന്നു. അതുവരെ ഷോട്ട്. വെക്കലാം. താനങ്ങോട്ട് ചെല്ല്. രഞ്ജിനി ആ ഭാഗത്തേക്ക് പോ. റെഡി സർ. എന്നാ ഹായ് ഷൂട്ടിംഗ്. നമുക്ക് ഉടനെ ഇവിടുന്ന് സ്ഥലം വിടണം. ഞാൻ ഇതുവരെ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. എന്നാ കണ്ടോ. പക്ഷെ ഒരു കാര്യം, ഈ പത്രത്തിൽ ഫോട്ടോ കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ കയ്യോടെ പിടികൂടും. നമുക്ക് അങ്ങോട്ട് പോണ്ട, ഇവിടെ ഒളിഞ്ഞിരുന്ന് കാണാം. എങ്ങനെയുണ്ട്? വാ പോവാം. കുറച്ചുകൂടെ കഴിയട്ടെ. ഇപ്പൊ അങ്ങനെയായോ? ഏതായാലും നമുക്ക് സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റില്ല. കാട്ടിലെ ഈ ഷൂട്ടിങ്ങിലും കണ്ട് തൃപ്തിപ്പെടാം. എന്ത് ഇൻട്രസ്റ്റോടുകൂടിയാ നോക്കി നിൽക്കുന്നേ. മതി, നമുക്ക് പോവാം. അത് വേണ്ട, നടന്നോ.